ഇതിനെയൊക്കെ സ്റ്റേജെ കൊണ്ടുവരാൻ ഞാൻ പെടുന്ന ഒരു പാട്. യുവജനോത്സവമാണോ? തീർച്ചയായും കലാതിലകമാണ് വിഷയം. എത്ര രൂപ ഇറക്കി? ആധാരം വിറ്റെന്ന് അമ്മച്ചി പറയണ എന്നോട്. ആധാരം തരുന്നുണ്ടോ മക്കളെ അമ്മച്ചി? കറക്റ്റ് ഭക്ഷണം തരുന്നുണ്ടോ? ഇല്ല. ആഹാരം കഴിച്ചിട്ട് 4 ദിവസമായി ലുക്ക. ഇല്ല, 2 ആഴ്ചയായില്ലേ ഇപ്പം. അമ്മച്ചി ആരുടെയൊക്കെയാ ബെറ്റ് വെച്ചിരിക്കുന്നത്? അമ്മച്ചി ബെറ്റൊന്നും അല്ല, ജഡ്ജസിനെ കളിക്കണ്ടായിരുന്നു ആ രണ്ടിനെയൊക്കെ. മോള് പഠിച്ചോ? അതെ, ശരി കാണട്ടെ കേട്ടോ. ഭരതനാട്യ മത്സരം തുടരുന്നു. ചെസ് നമ്പർ 105 ഓൺ ദ സ്റ്റേജ്. അടുത്ത മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് റെഡിയായിരിക്കേണ്ടതാണ്. മത്സരം തുടരുന്നു. ചെസ് നമ്പർ 105 ഓൺ ദ സ്റ്റേജ്. ഭരതനാട്യം ഒരു തരത്തിൽ തീർന്നു. ഇനി ഈ വേദിയിലെങ്കിലും മത്സരം കൃത്യസമയത്ത് നടന്നാ മതിയായിരുന്നു. അയ്യോ, ഉച്ച കഴിഞ്ഞ് കഥകളി മത്സരമുള്ള ദൈവമേ, ഞാൻ ആ മാഷിനെ എവിടെ പോയി തപ്പിപ്പിടിക്കും? എടി, നീ ഈ വേദി പാടാനുള്ള പാട്ടും എടി അടി 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 നീ എവിടെ പോയി കിടക്കുക? ഇങ്ങോട്ട് പാടി. അവള് മനുഷ്യന് അമ്മ അമ്മ എന്താടി വിശക്കണം അമ്മ എനിക്ക്. ഓ എടി, വയറ് നിറഞ്ഞ സ്റ്റേജിൽ കയറി തുള്ളാൻ പറ്റുമോ? അതല്ലേ ഈ നിമിഷം വരെ നിനക്ക് ഞാനൊന്നും തരാത്തത്. എന്നാ ഇത്തിരി വെള്ളമെങ്കിലും താമ്മ എനിക്ക്. വെള്ളം കുടിച്ച മുള്ളാൻ മുട്ടും. 5ാമത്തെ നമ്പറാ കിട്ടിയിരിക്കുന്നത്. ഇതുവരെ നീ ലളിതഗാനം പ്രാക്ടീസ് ചെയ്തിട്ടില്ല. വേഗം ചെയ്തേ. അനുരാഗമാലിനി തീരത്തു നിൽക്കും ഒരു 100 പൂക്കളാണു നീ, ഒരു സ്നേഹ പൂന്തന്നെ. നീ ഇവിടെ പ്രാക്ടീസ് ചെയ്തു. ഞാൻ ജഡ്ജ് സാറിക്കും. ഒരു സ്നേഹ പൂന്തന്നെ സാറുണ്ട്, ദാമോദര മാഷുണ്ട്, സുശീല ടീച്ചറുണ്ട്. അയ്യോ, രാമോദര സാറില്ല. അയ്യോ, രാമോദര സാറില്ല. മൊബൈൽ എടിയാ, മൊബൈൽ ഇങ്ങോട്ട് എടുക്കടി. ഇങ്ങോട്ട് താ. ഹലോ, രാമോദര സാറല്ലേ? സാറേ, ഞാനാ കനകത്തിന്റെ അമ്മ. ഞങ്ങൾ ഇവിടെ ലളിതഗാനവേദിയുടെ പുറകെ നിൽപ്പുണ്ട്. സാറിതെവിടെയാ? എന്താ സാറേ ഇത്? സാർ ഇന്ന് ലളിതഗാനത്തിന് ജഡ്ജാന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇന്നലെ രാത്രി ഞാൻ 20,000 കൊണ്ടങ്ങ് തന്നത്. ദൈവമേ, ചതിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് പാട്ടുപാടിയില്ല, സമ്മാനമില്ല. ജഡ്ജ് വന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് ചെസ് നമ്പർ വാങ്ങുക. മിമിക്രിയോ? നേരം വെളുത്തിട്ട് നീ ഇതുവരെ മിമിക്രി പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അമ്മ എനിക്ക് വിശക്കണമ്മ. എനിക്ക് കല്ലാതിലൊന്നും ആകണ്ടമ്മ. എനിക്ക് ബേസപ്പിന്റെ കാര്യം മിണ്ടരുത്. അല്ലേലും എനിക്കറിയാം, നീ എന്റെ വയറ്റിൽ കിടന്നപ്പോ തൊട്ട് എന്റെ ആഗ്രഹം നിന്നെ ഒരു കലാതിലകാക്കണമെന്ന്. പ്രാക്ടീസ്. മാനസദസ്സിന് നമസ്കാരം. ഞാൻ ഇന്നിവിടെ ആദ്യമായി അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ട്രെയിൻ പോകുന്ന ശബ്ദമാണ്. അടുത്തത് ഒരു കാക്ക കരയുന്ന ശബ്ദം. അടുത്തത് ഒരു ആട് കരയുന്ന ശബ്ദം. എടി, ഈനാമ്പേച്ചി കരയുന്ന പോലെയാണോ ഓടിയോ ആട് കരയുന്നത്? ഒച്ച വരാത്തത് ബേസപ്പിന്റെ കാര്യം മിണ്ടരുത്. ഇതിന്റെ അണ്ണാക്കിലെ കുത്തി കയറ്റി കളയും. കരടി ഇങ്ങനെ. ഹലോ, ആരാ? ജഡ്ജാ? ഏതിന്റെ മോണാക്റ്റാ? കഥകളിയാ? നിങ്ങൾ ഏതിന്റെ ജഡ്ജാന്ന് പറ. മിമിക്രിയാ? മാഷായിരുന്നാ? അയ്യോ, മാഷെ ഞാനവിടെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മാഷ് വന്നിട്ടുണ്ടാ? സമാധാനായി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ. എന്റെ പൊന്നെ, ഇനി ഇവൾ ആടിന് പകരം കഴുത കരഞ്ഞാലും എനിക്ക് പേടിക്കാനൊന്നുമില്ല. ആരെന്നോ തൊപ്പിയുള്ള നീ ആരുടെ ക്രിക്കറ്റ് നോക്കിക്കൊണ്ട് നിൽക്കുവടി? അങ്ങനെ ഓരോരുത്തന്മാരും അവിടെ ഇരിക്കും നിന്റെ ക്രിക്കറ്റ് നോക്കാനായിട്ട്. ഇവിടെയേ നിന്റെ മോഹം അല്ല പൂണിയേണ്ടത്, എന്റെ മോഹാണ്. കലാതിലകം. ഇങ്ങോട്ട് മാറി. അമ്മ, എനിക്ക് വിശക്കണമെന്ന്. വേദി 1 ഇപ്പോൾ നടന്ന ഭരതനാട്യ മത്സരത്തിന്റെ റിസൾട്ട്
എന്റെ പൊന്നെ ദൈവമേ. ചെസ് നമ്പർ 104 104. അയ്യോ എന്റെ ദൈവമേ, എനിക്ക് അമ്മ ഇനി എങ്ങനെയാണെങ്കിലും അമ്മ എനിക്ക് വിശക്കണം അമ്മ അമ്മയുടെ ചക്കരയല്ലേ ദേ, ഇനി ഇത്തിരി നേരം കൂടെ വിശപ്പ് സഹിച്ചാ മതി. ദേ 4 എണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് നമുക്ക്. 4 എണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ ആരാ കലാതിലക? പിന്നെ നീയേ കലാതിലകായാൽ എന്താ ഗുണമെന്നറിയോ? നിനക്ക് പഠിക്കാതെ 10 പാസ്സാകാ. MBBS അഡ്മിഷൻ, സീരിയല്, സിനിമ, കാറ്, പൈസ എന്തോരായിരിക്കും. അയ്യോ ദൈവമേ, ഇവളൊന്ന് കലാതിലക ആയാ മതിയായിരുന്നു. അമ്മ എനിക്ക് വിശക്കണം അമ്മ, സത്യം അതെ. ഞാൻ പഠിച്ചതൊക്കെ മറക്കണമേ. അത് പുതിയ കാര്യമല്ലല്ലോ. നീ എന്ത് പറഞ്ഞാ ഈ പറയുന്നത്? പത്രക്കാരൊക്കെയോ വരുന്നുണ്ടമ്മ. അയ്യോ ദേ, അത് ടിവിക്കാരാടി. ടിവിക്കാരതെ ഇവള് തന്നെയാ. പേര് പറഞ്ഞു കൊടുക്ക. കനകം. ഭയങ്കര നാണ എന്നെ പോലെ തന്നെ. 4 എണ്ണത്തിനിട്ട് 4 എണ്ണൂടെ ആയി. ഇവള് തന്നെയാ. കഴിഞ്ഞ 1 പോയിന്റിനാ പോയത്. 1 പോയിന്റിന് ഫോട്ടോയാ ഇടിയാ. മറ്റേ രണ്ടുപേരുടെയാ. സാറേ ഇത് ലൈവായിട്ട് ഇടണം കേട്ടോ. ഇന്ന് തന്നെ ഇടൂലേ? അമ്മ എനിക്ക് പഠിച്ചതൊക്കെ മറന്നോണമ്മ. ഞാൻ ഉറുദു പതിവില്ല, അതൊക്കെ മറന്നു. എനിക്ക് വിശന്നിട്ടോ അമ്മ. എനിക്ക് ഇവളെ കൂടി ഞാൻ എന്താ ചെയ്യുന്നത്? എടി ഉറുദു പതി മറന്നെങ്കിൽ സാരമില്ലെന്ന്. നിനക്ക് മലയാളത്തിലേ ഇക്ക ഇങ്ക ഇങ്ങ ഇച്ച ഇഞ്ച ഇഞ്ഞ ഇട്ട ഇണ്ട ഇണ്ണ ഇത്ത ഇണ്ട ഇമ്മ ഇപ്പ ഇമ്പ ഇതൊക്കെ അറിയാവോ? അതതിന്റെ ഇടയ്ക്ക് വെച്ച് അങ്ങ് തട്ടിക്കോ. ആരും അറിയാൻ പോണില്ല. പിന്നെ സമ്മാനം കിട്ടിയില്ലേ അത് ഞാൻ കുച്ചിപ്പുടി മത്സരം വേദി 5 ഉടനെ ആരംഭിക്കുന്നത്. അയ്യോ കുച്ചിപ്പുടി റിപ്പോർട്ട് ചെയ്യും. പാത്രത്തിൽ മാത്രമുള്ള സാധനം ചെയ്യണി. നമുക്ക് വീട്ടിൽ പോകാമേ. പറ്റൂല. അമ്മ എനിക്ക് ആകണ്ടമ്മ. എനിക്ക് വയ്യമ്മേ. പണയം വെച്ചിട്ടാടി വന്ന പേടിയാണ് കാലൊക്കെ താഴെ. അമ്മ എനിക്ക് പേടിയാണ്. ഇല്ല ഞാൻ വെച്ചോളാം. സത്യം എന്റെ മാനം കെടുത്തു. അമ്മ എടീ ശരി പിടിക്കമ്മേനെ പിടിക്കമ്മേനെ. കനകം ഇതെന്നാടിയ കുച്ചിപ്പൊടി, ഇതെന്നാടിയ കുച്ചിപ്പൊടി. എടീ ഇത് എന്ത് കുച്ചിപ്പൊടി? കനകം അയ്യോ ഇവളെന്നെ ചതിച്ച്. ഇവള് 10 പരിപാടി എടുത്തു. ദൈവമേ, ഇവിടെ മറ്റേ പരിപാടി തുടങ്ങി. അയ്യോ എന്റെ പൊന്നെ. അയ്യോ മോനെ, എന്റെ ദൈവമേ, ഈശ്വരന്മാരെ. അയ്യോ എന്റെ തിലകം. അയ്യോ എനിക്ക് കനകം. എന്റെ ദൈവമേ, എന്റെ കലാതിലകം. എന്റെ തമ്പുരാനെ, ഇവളെന്നെ ചതിച്ചല്ലോ. എന്റെ സ്വപ്നം. അയ്യോ എന്റെ കലാതിലകം, എന്റെ കലാതിലകം, എന്റെ കലാതിലകം പട്ടം പോയല്ലോ.